നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റെഡിയായോ? കാഞ്ചന എവിടെ? അപ്പച്ചി ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ എങ്ങോട്ടെങ്കിലും പോകുന്നത്? അല്ല, നിരഞ്ജൻ പോകുന്ന വിവരം അവൾക്കറിയില്ലേ? ആഹാ, ദക്ഷിണ കൊടുക്കാനാണോ? ദക്ഷിണ കൊടുക്കാനും അനുഗ്രഹം ചൊരിയാനും പറ്റിയ ആള്. ഒന്നും മിണ്ടാതിരിക്കുക അക്ഷര. അല്ല നിരഞ്ജ, ഈ പരുന്നും കൂട്ടരൊക്കെ വരുന്നുണ്ടോ? ഡാഡിക്ക് എന്താ പരുന്തിനോട് ഇത്ര ദേഷ്യം? എനിക്കെന്ത് ദേഷ്യം? ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ മരുമകന്റെ കാര്യത്തിൽ കുറച്ച് ഉത്കണ്ഠയൊക്കെ എനിക്കുണ്ട്. പരുന്തൊക്കെ കെട്ടുനിറ കാണാൻ സാമ്പ്രാണിക്കൊടിയിൽ വരുന്നേ ഉള്ളൂ സർ. മല കയറുന്നില്ല. എന്നാ നമുക്ക് ഇറങ്ങിയാലും സാമ്പ്രാണിക്കോടി വരെ ഓടിക്കണ്ട. ഇറങ്ങാം. അമ്മയ്ക്ക് ദക്ഷിണ വെക്കണം. വാ. സ്വാമി ശരണമേ. ഇനി സാറിന്. നീ എനിക്ക് ദക്ഷിണ തന്നില്ലെങ്കിലും എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അതെന്റെ മകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്റെ അമ്മയുടെ അനുഗ്രഹം മുഴുവനായിട്ട് എനിക്കുണ്ട്. എനിക്കത് മതി. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? മനസ്സിലെ കല്ലും കരടും ഒക്കെ മാറ്റിയിട്ട് പോകും. അത് ഉടൻ മാറും. ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് എനിക്കൊരു യാത്രയുണ്ട്. ഇതേപോലെ അമ്മയ്ക്ക് ദക്ഷിണ വെച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോവാം. ഇങ്ങനെ കുടിച്ച ഉന്നയുടെ കരള് പോവും. എന്നോട് ചങ്കും കരളും അന്ത പൊന്നുമണി താരെ. ഇന്ന് രാത്രി തന്നെ കാര്യം നടത്തണമെന്നാ ശരത് സാർ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിച്ചു വേണം. ആളും ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട്. ഇത് മഹിഷിമാർ ജയിക്കുന്ന മണ്ഡലകാലോ, കലികാലം, കലിയുഗ വരദനെ വെല്ലുവിളിക്കുന്ന കാലം. അതെ. നിനക്കെന്തോ ഒരു സങ്കടം? ഒന്നുമില്ല. എന്നാ നീ അടുത്തിരിക്കെ. നിങ്ങൾ സ്വാമിയല്ലേ? അതിന് സ്വന്തം ഭാര്യയെ സ്നേഹിക്കരുതെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ. ഇങ്ങനെയൊരു മണ്ഡലകാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും മണ്ഡലകാലം ഉണ്ടല്ലോ. പരുന്നുപോന്റെ ചെറുകടി വെച്ച കേട്ടല്ലോ. എന്താ? ഒന്നുമില്ല, സ്വാമി ശരണം. നീങ്ങല്ല സാറേ. നീങ്ങാം. അക്ഷര പോട്ടെ. പോയിട്ട് വരാന്ന് പറ മോനെ. പോയിട്ട് വരാം മോളെ. അയ്യപ്പസ്വാമിയോട് മാഷേട്ടൻ സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേക്കാം നിന്നെ തിരികെ തന്നതിന്. എന്താ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് അയ്യപ്പ സ്വാമിക്ക് അറിയാം. നിങ്ങൾ പോയിട്ട് ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ സ്വാമിയേ, ശരണയ്യപ്പോ
സ്വാമിയേ പമ്പ വരെ ഞാനും കൂടെ പോയിട്ട് വരാം. അയ്യോ അതിനകത്തിനേറ്റപ്പാ ശരത്ത് ഒറ്റയ്ക്കല്ലേ പോകുന്നത്? അതെ, ശരത്തേടിനൊരു തുണയായിട്ട് അച്ഛൻ കൂടെ പോകുന്നതാ. അതിനെ അയ്യപ്പസ്വാമിയായിട്ട് ഘാട്ടാകുസ്തിക്കൊന്നും അല്ലല്ലോ ശരത്ത് പോകുന്നത്. 18-ാം പടി കയറി പ്രാർത്ഥിക്കാനല്ലേ. എന്റെ മനോഹര, എല്ലാ കാര്യത്തിനും നീ ഇങ്ങനെ ശകനം മുടക്കിയായിട്ട് നിക്കല്ലേ. ഇല്ല, ശരത്തുമോന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് എന്റെ ആമ്പർന്നോം പോകുന്നതിന് നിനക്കെന്താ? അച്ഛന്റെ മരുമോള് വല്ല ഉടക്ക് വലയും ശരത്തേണ്ട് വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ശരണം വിളിച്ച നാവുകൊണ്ട് ദൈവദോഷം പറയല്ലേ നിത്യ. അയ്യപ്പസ്വാമിയെ കാണാൻ പോകുമ്പോ കർപ്പൂരത്തിന്റെ ഗന്ധമായിരിക്കണം ചിന്തകൾക്കെന്ന് പണ്ടെന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മോൾ ആരോടെ പറയുന്നേ? ചാണകക്കൊട്ടയും തലയെ വെച്ചോണ്ട് നടക്കുന്നവളോടാണ്. പോത്തിനെന്ത് ഏത്തവാഴ. മനോഹരേട്ടനൊന്നും മിണ്ടാതിരിക്കെ, അല്ലെങ്കിൽ ശരണം വിളിക്ക്. മല കയറി തളർന്നു നിൽക്കുക പാർവതി. ഇനി ശരണം വിളിക്കാനുള്ള ശക്തിയില്ല. എന്നാ ശരി, ഇറങ്ങിയാലോ ചേച്ചാ? ആ ആയിക്കോട്ടെ. അതെ, ഒരുപാട് ഇരുട്ടാൻ നിക്കണ്ട. സ്വാമിയേ സ്വാമിയേ വിളക്കണേ, അത് നോക്കണം. ആ നടന്നോളൂ. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ അയ്യപ്പ. സ്വാമിയേ. സാറേ ഒരു മിനിറ്റ്. ആരാ സ്വാമി? അയ്യപ്പസ്വാമിയാണോ? നമ്മൾ രാത്രി തന്നെ അങ്ങ് എത്തുമെന്ന് പറയും. ഇത് എന്റെ ദൈവത്തിന്റെ കോള സാർ. ഒരു മിനിറ്റ്. ആ സാറേ. ആ എന്തായി? കെട്ടുനിറ കഴിഞ്ഞോ? കഴിഞ്ഞു സാർ, ഇറങ്ങിയതുള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടല്ലോ. മനസ്സിൽ എഴുതുന്നതൊന്നും ഞാൻ മറക്കില്ല സാർ. സ്വാമി മണ്ണിലല്ല എഴുതി തുടങ്ങിയത്, മനസ്സിലാ. ശരി, സൂക്ഷിപ്പോട്ട് വാ. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ അച്ചാച്ചൻ ഇങ്ങനെ ചുമ്മാ ശരണം വിളിക്കേണ്ട കാര്യമില്ല. വണ്ടിക്ക് ഹോണുണ്ട്.